ഗുരുവായൂർ ഡിലൈറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ വി പി ഉണ്ണികൃഷ്ണൻ. ഗുരുവായൂർ ക്ഷേത്രം ഏകാദശി ഉത്സവത്തിന്റെ ആഘോഷത്തിലാണ്. ഡിസംബർ 11-നാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി ഉത്സവം. പക്ഷെ ഏകാദശിയോടനുബന്ധിച്ചുള്ള 30 ദിവസത്തെ ഏകാദശി വിളക്കുകൾക്ക് ഇന്നലെ തുടക്കമായി. ആദ്യ ദിവസത്തെ ഏകാദശി വിളക്ക് പാലക്കാട് അലനെല്ലൂർ പറമ്പോട്ട് അമ്മിണിയമ്മയുടെ വകയായിരുന്നു. ഇന്നലെയായിരുന്നു ഏകാദശി വിളക്ക്. സമ്പൂർണ്ണ നെയ്വിളക്കായിട്ടാണ് ഇന്നലത്തെ ഏകാദശി വിളക്ക് ആഘോഷിച്ചത്. ഇന്നലെ രാത്രി അത്താഴ ശിവേലിക്ക് 4ാമത്തെ പ്രദക്ഷിണത്തിന് ഗുരുവായൂർ ക്ഷേത്രത്തിലെ 8000-ലധികം വരുന്ന ഊട്ടുവിളക്കുകളിൽ നറുനെയ്യ് ഒഴിച്ച് നെയ്ത്തിരി നാളം തെളിച്ച് ഗുരുവായൂരപ്പൻ എഴുന്നള്ളിയപ്പോൾ വരവേൽക്കുന്ന അതിമനോഹരമായ ദൃശ്യത്തിനാണ് ഇന്നലെ രാത്രി ഭക്തജനങ്ങൾ സാക്ഷിയായത്. ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പ് കോലത്തിൽ എഴുന്നള്ളിച്ചപ്പോൾ ഒറ്റക്കൊമ്പൻ രാജശേഖരൻ, ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഏറ്റവും ഉയർന്ന ആനകളിലൊന്നായ, ഏറ്റവും ഉയരം കൂടിയ ആനകളിലൊന്നായ രാജശേഖരൻ ഗുരുവായൂരപ്പന്റെ തിടമ്പേറ്റി ഇടവും വലവുമായിട്ട് രവികൃഷ്ണനും വിനായകനും നിരന്നു. ഇടയ്ക്കയിലും നാഗസ്വരത്തിലുമായിട്ട് അതിമനോഹരമായ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന് പ്രദക്ഷിണം ചെയ്തുകൊണ്ട് ഗുരുവായൂരപ്പന്റെ 4ാമത്തെ വിളക്കെഴുന്നള്ളിപ്പ് പ്രദക്ഷിണം നടന്നു. ഒട്ടേറെ ഭക്തജനങ്ങൾ ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുതു. അതിമനോഹരമായ ആ ദൃശ്യങ്ങൾ ഭഗവത് മനസ്സുകളിലേക്ക് പകർന്നുകൊണ്ട് ഗുരുവായൂരിന്റെ ഉത്സവാഘോഷത്തിന് ഇന്നലെ തുടക്കമായി. ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂർ ദേവസ്വം വക ഉദയാസ്തമന പൂജയോട് കൂടിയിട്ടാണ് ഇന്നത്തെ ഏകാദശി വിളക്ക് നടക്കുന്നത്. ഇന്ന് ഉദയാസ്തമയ പൂജ സാധാരണ പതിവില്ല. പക്ഷേ ഗുരുവായൂർ ദേവസ്വം ഇക്കുറി തുലാമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ദിവസമാണ് ഉദയാസ്തമയ പൂജയായിട്ട് ആഘോഷിക്കുന്നത്. ഇക്കുറി ഡിസംബർ 11-ന് ഏകാദശി ദിവസം ഉദയാസ്തമയ പൂജ ഇന്നത്തെ ദിവസത്തേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ വ്യക്തികള്, സംഘടനകള്, കുടുംബങ്ങള്, അങ്ങനെയുള്ള വിവിധ ഭക്തജന വിഭാഗങ്ങളുടെ വകയായിട്ടാണ് ഈ 30 ദിവസത്തെ ഏകാദശി വിളക്കുകൾ ആഘോഷിക്കുന്നത്. ഈ വിളക്കുകളിലെ പണ്ടുകാലത്തെ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത് നവമി, ദശമി, ഏകാദശി ദിവസങ്ങളിലെ വിളക്കുകളായിരുന്നു. അതിനുശേഷം 7 വിളക്കുകളാണ് പണ്ടുകാലത്ത് ആദ്യമായിട്ടുണ്ടായിരുന്നത്. അത് പാരമ്പര്യ വിളക്കുകൾ എന്നറിയപ്പെടും. പഞ്ചമി ദിവസത്തെ വിളക്ക് കപ്രാട്ട് കുടുംബം വകയാണ്. പണ്ട് മുതലേ ഏതാണ്ട് 1908 കപ്രാട്ട് കുടുംബത്തിന്റെ ഒരു അവകാശിയുടെ പേരിലേക്ക് ആ വിളക്ക് മാറ്റിയതായിട്ട് രേഖയുണ്ട്. അതായത് ഏതാണ്ട് 115 വർഷത്തിനപ്പുറം തന്നെ ആ വിളക്ക് ആരംഭിച്ചിരുന്നു. അപ്പൊ പഞ്ചമി വിളക്ക് കപ്രാട്ട് കുടുംബത്തിന്റെ വകയാണ്. പിന്നെ ഷഷ്ടി വിളക്ക് ഗുരുവായൂർ മാണിക്യത്ത് കുടുംബത്തിന്റെ വകയാണ്. സപ്തമി വിളക്ക് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തെ നെന്മിനി ഇല്ലം എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ നെന്മിനി ഇല്ലത്തിന്റെ വകയാണ്. ഈ സപ്തമി വിളക്കിനാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ എല്ലാ വിളക്കുകളും വെളിച്ചെണ്ണ ഉപയോഗിച്ച് തെളിച്ചുകൊണ്ടാണ് വിളക്കാഘോഷം നടത്തുന്നത് എന്നത് സപ്തമി വിളക്കിന്റെ പ്രത്യേകതയാണ്. അടുത്തത് അഷ്ടമി വിളക്കാണ്. അഷ്ടമി വിളക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അഷ്ടമി വിളക്കിനാണ് സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചു തുടങ്ങുന്നത്. ഗുരുവായൂരപ്പന്റെ സ്വർണ്ണക്കോലം വിശേഷ അവസരങ്ങളിൽ മാത്രമേ എഴുന്നള്ളിക്കാറുള്ളൂ. അഷ്ടമി രോഹിണിക്ക്, ഉത്സവകാലത്ത് 5 ദിവസം, അതേപോലെ ഏകാദശി കാലത്ത് 4 ദിവസം. എങ്ങനെയാണ് ഗുരുവായൂരപ്പന്റെ സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കുന്നത്? ഗുരുവായൂരപ്പന്റെ സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കുന്ന അഷ്ടമി വിളക്ക് പുളിക്കിഴ വാര്യത്ത്, ഗുരുവായൂരിലെ തന്നെ പുളിക്കിഴ വാര്യത്ത് കുടുംബത്തിന്റെ വകയായിട്ടാണ് അഷ്ടമി വിളക്ക് ആഘോഷം നടക്കുന്നത്. നവമി വിളക്ക് നടത്തുന്നത് കൊളാടി കുടുംബം വകയായിട്ടാണ് നവമി വിളക്ക് നടത്തുന്നത്. നവമി വിളക്ക് യഥാർത്ഥത്തിൽ മുമ്പ് ആഘോഷിച്ചിരുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്ന ആളാണ്. മേൽശാന്തിയുടെ വിളക്കായിരുന്നു നവമി ദിവസം ഉണ്ടായിരുന്നത്. 1916 മുതൽ നവമി വിളക്ക് ആഘോഷിക്കുന്നത്. ഏതാണ്ട് ഒരു നൂറ്റാണ്ടിനപ്പുറം, ഇതേപോലെ ഒരു നൂറ്റാണ്ടിനപ്പുറം ആയിട്ട് നവമി വിളക്ക് ആഘോഷിക്കുന്നത് കൊളാടി കുടുംബം വകയാണ്. ദശമി വിളക്ക് ആഘോഷിക്കുന്നത് നമുക്കറിയാം, ഭക്തജനങ്ങളുടെ മനസ്സിൽ വളരെയേറെ പ്രാധാന്യമുള്ള ആഞ്ഞം മാധവൻ നമ്പൂതിരി, തിരുനാമാചാര്യൻ ആഞ്ഞം മാധവൻ നമ്പൂതിരി സ്ഥാപിച്ച നാരായണാലയത്തിന്റെ പേരിലുള്ള ശ്രീ ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റാണ് ദശമി ദിവസത്തെ വിളക്ക് വിളക്ക് ആഘോഷിക്കുന്നത്. ഏകാദശി ദിവസത്തെ വിളക്ക് ഗുരുവായൂർ ദേവസ്വവും ആഘോഷിക്കുന്നു. പണ്ട് കാലത്ത് ഏകാദശി ദിവസത്തെ വിളക്ക് ആഘോഷിച്ചിരുന്നത് കുന്നംകുളത്തിനടുത്തുള്ള ചെറളയം എന്ന് പറയുന്ന രാജസ്വരൂപത്തിന്റെ വകയായിട്ടായിരുന്നു ഏകാദശി ദിവസത്തെ വിളക്ക് ആഘോഷിച്ചിരുന്നത്. ഏകാദശി വിളക്കും ഏകാദശി ദിവസത്തെ ഉദയാസ്തമയ പൂജയും പിറ്റേന്ന് ദ്വാദശി ഊട്ടുമെല്ലാം നടത്തിയിരുന്നത് കുന്നംകുളം ആസ്ഥാനമായിട്ടുള്ള ചെറളയം രാജസ്വരൂപത്തിന്റെ വകയായിരുന്നു. എന്നാൽ 1970
2 ചെർളയം രാജസ്വരൂപം അത് ഗുരുവായൂർ ദേവസ്വത്തെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. 1971 71 വരെ സാമൂതിരി രാജയാണ് ദശമി ദിവസത്തെ വിളക്ക് നടത്തിയിരുന്നത്. കോഴിക്കോട് സാമൂതിരിയാണ് നടത്തിയിരുന്നത്. അതാണ് പിന്നീട് ആഞ്ഞം മാധവൻ നമ്പൂതിരി സ്ഥാപിച്ച ശ്രീ ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റ് ഏറ്റെടുത്തത്. ഏതാണ്ട് 53 വർഷമായിട്ട് നാരായണാലയത്തിന്റെ നേതൃത്വത്തിലാണ് ഈ വിളക്ക് ആഘോഷിക്കുന്നത്. അപ്പോൾ ഏകാദശി വളരെ പുണ്യമായ ദിനമാണ്. പണ്ട് കാലം മുതലേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏറ്റവും അധികം ഭക്തർ എത്തുന്നത് ഗുരുവായൂർ ഏകാദശി ദിവസമാണ്. ഗുരുവായൂർ ഏകാദശി ദിവസം ക്ഷേത്രപ്രവേശനത്തിന് മുമ്പ് തന്നെ ഭക്തജനങ്ങൾക്ക് ജാതി ഭേദമില്ലാതെ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് കടന്ന് ദർശനം നടത്താനുള്ള അനുവാദം ലഭിച്ചിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ഏകാദശി ദിവസമാണെന്നാണ് വിശ്വസിക്കുന്നത്. ഗുരുവും വായുവും കൂടി ഗുരുവായൂർ ക്ഷേത്രത്തില് ശ്രീ ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠ നടത്തിയത് ഏകാദശി ദിവസമാണെന്ന് വിശ്വസിക്കുന്നു. ഉത്ഥാന ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി. ഈ ഏകാദശി ദിവസമാണ് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിച്ചത് ഈ ദിവസമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഗുരുവായൂർ ഏകാദശിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യമുള്ള ഗുരുവായൂർ ഏകാദശി ഡിസംബർ 11 ആഘോഷിക്കുന്നത്. ഡിസംബർ 10 ദശമി. ഈ ദശമി ദിവസമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രഗത്ഭനായിരുന്ന ആന ഗുരുവായൂർ കേശവന്റെ അനുസ്മരണം നടക്കുന്നത് ദശമി ദിവസമാണ്. അന്നേ ദിവസം തന്നെ മറ്റൊരു മഹത്തായ ആഘോഷം കൂടിയുണ്ട്. ചെമ്പൈ സംഗീതോത്സവത്തിലെ പഞ്ചരത്ന കീർത്തനാലാപനം നടക്കുന്നത് ദശമി ദിവസമാണ്. അങ്ങനെ ഒട്ടേറെ സവിശേഷതകളുള്ള, ഒട്ടേറെ ആഘോഷങ്ങളുള്ള, ഒട്ടേറെ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന, ഭക്തർക്ക് ഏറ്റവും പുണ്യദായകമായ ഒരു കാലമാണ് ഇനി വരാനിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ശബരിമല സീസൺ വരുന്നു, വൃശ്ചിക മാസമാകാറായി. അപ്പൊ എല്ലാം കൊണ്ടും ഭക്തജനങ്ങളുടെ ഒരു സമ്മിശ്രമായ വളരെ വലിയൊരു ജനക്കൂട്ടം എത്തിച്ചേരുന്ന ഒരു കാലത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഡിസംബർ 11 ഏകാദശിക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഗുരുവായൂരിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഗുരുവായൂർ ഡിലൈറ്റ്സിന് വേണ്ടി VP ഉണ്ണികൃഷ്ണൻ. കൃഷ്ണാർപ്പണം.